ഇന്നത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ അനാമിക ആനിയുടെ മുറിയിൽ നിൽക്കാണ്. ഈ സമയത്ത് ആനിക്കാണെങ്കിൽ അത് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അനാമിക ശരിക്കും അനിയോട് പ്രണയമാണെങ്കിൽ പോലും ആനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ആനിക്ക് അവളോട് തോന്നിയത് വെറും ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ് എന്ന് അനിയുടെ ബിഹേവിയറിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇങ്ങനെ അനാമികയാണെങ്കിൽ തന്റെ പ്രണയം പറയാതെ ഇങ്ങനെ അനിയോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല, എനിക്ക് അനിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ പക്ഷെ ഇവളൊന്നും പോകുന്നില്ലല്ലോ, ഇങ്ങനെയാണ് ഇടിച്ചു കയറി വരുന്നത്. പുറത്തു വെച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോ താഴെയുള്ളവരൊക്കെ എന്ത് കരുതും എന്നൊക്കെ പറയണം. എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ പോകാമെന്നോ, അതെന്തൊരു പറച്ചില്ല ആനി. വീട്ടിൽ വന്നൊരാളുടെ ഇങ്ങനെയാണോ പറയുന്നത്, കുറച്ചു നേരം നിൽക്കുന്നല്ലേ പറയണ്ടെന്ന് ചോദിക്കുമ്പോൾ ആനി അല്ല താഴെ എല്ലാവരും നിൽക്കുമല്ലേ, വെയിറ്റ് നിൽക്കുകയെന്ന് പറയുമ്പോൾ ആ ശരിയാണെന്ന് പറഞ്ഞിട്ട് താഴേക്ക് അവർ ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നന്ദു ആണെങ്കിലും ആകെ പാടെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്താണ് തനിക്ക് സംഭവിച്ചെന്ന് പോലും അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും കനകൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ എന്റെ മോക്ക്, എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നീ വളരെ സ്മാർട്ട് ആയിരുന്നു, ഇപ്പതാ സാധാരണ ഒരു പെമ്പിള്ളാര് ഈ പ്രായത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഞാൻ പഴയ നന്ദു തന്നെയാണെന്ന് പറയുമ്പോൾ കനകൻ പറയുന്നുണ്ട് അത് ഞങ്ങൾക്കൂടെ തോന്നുന്നുണ്ടേ, പഴയ നന്ദു എങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ നീ ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ നിന്റെ മനസ്സ് ആകെപ്പാടെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നൊക്കെ കനകൻ പറയുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ പോയമ്മേ, എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുമ്പോഴേക്കും കനകം പറയണ അതെ എനിക്ക് നിന്റെ ഇപ്പൊ ഉള്ള മാറ്റമൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിനക്കിപ്പം അനിയോട് ചെറു താല്പര്യമൊക്കെ തോന്നിയിട്ടുണ്ട്, എന്റെ പൊന്നുമോളെ അതൊന്നും വേണ്ട, കാരണം രണ്ടെണ്ണത്തിന് അവിടെ കിട്ടിച്ചിട്ട് തന്നെ ഞങ്ങൾക്കിപ്പോ അനുഭവിക്കുന്ന വിഷമം നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ, എന്നെങ്ങനെ ചെന്ന് നേരാവണ്ണം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവർ തന്നിട്ടുണ്ടോ, അവിടെ ചെല്ലുമ്പോഴെല്ലാം ഓരോ കുത്തുവാക്കുകളും പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരല്ലേ ചെയ്യേണ്ടത്, അത് മാത്രമല്ല നമ്മുടെ നയനമോടെ കണ്ണീര് നമ്മൾ കാണുന്നില്ലേ, അതുകൊണ്ട് ആ ഒരു ബന്ധം എന്റെ മോളെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക് എന്നിങ്ങനെ അവള് പറയുന്നുണ്ട്, കനകം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദു പറയുന്നുണ്ട് എന്റെ പൊന്നമ്മേ എന്നൊന്ന് വെറുതെ ഇടാവോ, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ. അപ്പൊ കനകം പറയാണ് പക്ഷെ ഞങ്ങൾക്ക് കാണപ്പം തോന്നുന്നുണ്ട്, ആവശ്യമില്ലാതെ മനസ്സിട്ട് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട, എന്തായാലും ഞാൻ കൂടെ കയറാൻ പറ്റുന്നിടത്ത് മതി നിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കനകം കയറി പോന്നിട്ട് കേട്ടോ. നന്ദു ആണെങ്കിലോ എനിക്കിത് എന്താ പറ്റിയേ എന്ന് ആലോചിച്ച് ഇങ്ങനെ പോയി വിഷമിച്ച് അവിടെ ഇങ്ങനെ വീണ്ടും ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അടുക്കളയില് ജലജയും ദേവയാനിയും പഴയതുപോലെ തന്നെ അവിടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് നായനോട് പറയുന്നുണ്ട് നയന എനിക്ക് നിന്നിപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സമയം വേണം, കാരണം നീ വന്നത് വളഞ്ഞ വഴി കൂടെ അല്ലേ, അത് മാത്രമല്ല നിന്റെ ചേച്ചി അതിനെ പറ്റിച്ചത്, ആ രണ്ടു വെറുപ്പും എന്റെ മനസ്സിൽ കിടക്കുമ്പോ എങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് സമയം താ, അതിനുള്ളിൽ ഞാൻ എന്നെ കറക്റ്റ് ചെയ്തോളാം. നയന പറയുന്നുണ്ട് ഇത് പറയുന്നിട്ട് കുറച്ചു കാലം ആയല്ലോ, ഇതുവരെ ഒന്നും നടക്കുന്നില്ല, ഇപ്പോ നിങ്ങളെ സ്നേഹിക്കുന്നവരാണിക്കും 5 മിനിറ്റ് കഴിഞ്ഞാലോ നിങ്ങളുടെ ദേഷ്യപ്പെടും, ഇതല്ലേ നടക്കാൻ പോകുന്നത്, മുമ്പേ മേളിൽ റൂമിൽ വെച്ച് തന്നെ ഞാൻ കണ്ടതാണല്ലോ, ഫോണത്തിന്റെ പേരിൽ എന്നോട് എന്തുമാത്രം ദേഷ്യപ്പെട്ടു, എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ പുറകെ വന്നു, എനിക്കിത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് എന്നെ സഹായിക്കൊന്നും വേണ്ട അങ്ങോട്ട് മാറുന്ന നയന പറയാണ്. ആദർശ് പറയുന്നു വേണ്ട വേണ്ട ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയാണ്. അങ്ങനെ ആ നയന ഗീ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദർശാണെങ്കിൽ ഇനി പഞ്ചസാര ഞാനിടാന്ന് പറഞ്ഞിട്ട് ഉപ്പ് ആരും അങ്ങ് ഇടുകയാണ് കേട്ടോ. ഇത് ഉപ്പാണെന്നുള്ള കാര്യം ആദർശ് അറിയുന്നില്ല. അങ്ങനെ ഉപ്പ് വാരി അങ്ങ് വെതറുന്നുണ്ട് കേട്ടോ പഞ്ചസാരയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നയന അത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗീ ഒക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് നമുക്ക് ക്യാഷിനൊട്ടൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം നല്ല അടിപൊളിയാക്കുന്നുണ്ട്. നയന പറയാണ് എന്നെ കൂടുതൽ സഹായിക്കാനൊന്നും വരണ്ട, അന്ന് ഞാൻ പിണങ്ങി പോയ സമയത്ത് നിങ്ങളെല്ലാം തിരിച്ചു വിളിച്ചപ്പോ ഒരു ഭർത്താവ് വന്ന് തിരിച്ചു വിളിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാ ഓരോ പെണ്ണും തിരിച്ചു കയറി വരുന്നത്, പക്ഷെ ഇവിടെ വന്നപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞതിന്റെ പേര് മാത്രം നിങ്ങൾ ഞാൻ തിരിച്ചു വിളിച്ചത് അല്ലേ, സത്യമല്ലേ, മുത്തശ്ശന് വയ്യാതിരിക്കുന്നുണ്ട്, മുത്തശ്ശനോട് നിങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ വിളിച്ചോണ്ട് വരാന്ന്, അതല്ലേ സത്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയണ എന്റെ നയന അതൊന്നും അല്ല സത്യം എന്നവളുടെ തോളെ ഇങ്ങനെ കൈവച്ച് പറയുമ്പോഴേക്കും ദേവനിക്ക് നല്ല ദേഷ്യം വരുന്നു കേട്ടോ. അപ്പോഴേക്കും നയനെ പറയണ ഇതൊക്കെ നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂ, അമ്മയെ കാണുമ്പോൾ നിങ്ങൾ എലിയ അല്ലാത്തപ്പോഴോ പുലി, അപ്പൊ ആദർശ പറയണ അത് വേറൊന്നുമല്ല, അമ്മയെ അങ്ങനെ സങ്കടപ്പെടുത്താൻ പറ്റൂ, എന്റെ അമ്മയല്ലേ അതുകൊണ്ടല്ലേ, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് നിന്നോട് സ്നേഹം കാണിച്ചില്ല, അമ്മയ്ക്ക് വിഷമാവില്ലേ അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതെല്ലാം അവിടെ നിന്ന് കേട്ടിട്ട് ജലജ പറഞ്ഞ കേക്ക് എടുത്ത് നന്നായിട്ട് കേക്ക് എടുത്തിട്ട് മോനെ കുറിച്ച് ഭയങ്കര അഭിമാനമായിരുന്നല്ലോ അങ്ങ് കേക്ക് എന്ന് പറഞ്ഞ് ശരിക്ക് കുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ട് നയന എന്റെ മുത്തശ്ശനോട് എന്നാന്ന് പറഞ്ഞെന്നറിയാമോ, ഭാര്യക്കുള്ള സ്നേഹം ഭാര്യയ്ക്കും അമ്മയ്ക്കുള്ള സ്നേഹം അമ്മയ്ക്കും കൊടുക്കണം, പക്ഷെ ഇത് പരസ്പരം അറിയാനും പാടില്ല എന്ന്, അതായത് നിന്നെ സ്നേഹിക്കുന്നവരും എന്റെ അമ്മയെ അറിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, പക്ഷെ എന്റെ അമ്മയെ സ്നേഹിക്കുന്നില്ല നിനക്ക് കുഴപ്പമില്ലെന്ന് എനിക്കറിയാം, കാരണം നീ എന്റെ പ്രിയപ്പെട്ടവളല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് സോപ്പിടുന്നുണ്ട്. മതി സോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ആ കൈ തട്ടി മാറ്റിയിട്ട് വീണ്ടും നയന ആ കേസരി എടുത്ത് ഇങ്ങനെ സെർവ് ചെയ്യാൻ കേട്ടോ ഓരോ പാത്രത്തിലേക്ക് ആക്കുന്നു. ഈ സമയത്ത് അനിയും അനാമികയും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും നയന ഈ കേസരിയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ഇവളിങ്ങനെ അപ്പോഴേക്കും ദേവയാനി ജലജയും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു.
ആദർശാണെങ്കിൽ ആ ഉപ്പുപാത്രം എടുത്ത് ഇവിടെ ഞാൻ ഇന്ന് എന്നും പറഞ്ഞിങ്ങനെ അടിക്കാൻ ഇങ്ങനെ ഓങ്ങും. ഇപ്പൊ നയനെ പോയതിനു ശേഷം കേട്ടോ പെട്ടെന്നാണ് അതിൽ സാൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ആദർശ് കാണുന്നു. ഈശ്വര പണിയായല്ലോ എന്ന് പറഞ്ഞിട്ട് നയയുടെ പുറകെ ആദർശ് ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമികയോട് നയന പറയാണ്, അനാമിക ദാ ഇത് കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആദർശ് അയ്യോ വേണ്ട വേണ്ട കഴിക്കല്ലേ എന്ന് പറയാണ്. അയ്യോ എന്താ കഴിച്ചാല് ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഇയാൾ നന്നായിട്ട് ഡയറ്റ് നോക്കുന്ന ആളായുണ്ട്, അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് നെയ്യും പഞ്ചസാരയൊക്കെ ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും മോള് കഴിക്കാൻ പാടില്ല എന്ന് ആദർശ് പറയുമ്പോൾ അയ്യോ ആദർശേട്ടാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഞാൻ എല്ലാം കഴിക്കും. അപ്പൊ ആദർശ് പറഞ്ഞു ഇല്ലില്ല പറ്റില്ല പറ്റില്ല, അത് മാത്രമല്ല ഇതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ മുഖം നിറയെ പിമ്പിൾസ് ഒക്കെ വരും, മുഖത്ത് മൊത്തം എണ്ണമയമാകും എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ആണോ പിമ്പിൾസ് വരുമോ എങ്കിൽ പിന്നെ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയാണ്. എന്താ ആദർശേട്ടാ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് നയന ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എങ്കിൽ പോവല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് നയന റൂമിൽ പോയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ പട്ടുസാരിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇത് മുത്തശ്ശി അവക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ കൊണ്ട് കൊടുപ്പിക്കുന്നതിന് കേട്ടോ. അത് തമിഴിലുള്ള സീനാണ്, മലയാളത്തിൽ കാണുമെന്ന് അറിയില്ല. അത് വൈകുന്നേരം നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കാട്ടോ. അങ്ങനെ ആ ഒരു ഗിഫ്റ്റും കൂടി അനാമിക്ക് കൊടുത്ത് വിടുന്നുണ്ട്. അങ്ങനെ അനി പറയാണ് ഞാൻ ഇവളെ യാത്രയാക്കിട്ടില്ലെന്ന് പറയുമ്പോഴേക്കും ഓക്കെ ഓക്കെ യാത്രയാക്കി എല്ലാവരും പറയാണ്. ബാബ അനാമിക പെട്ടെന്ന് ഇല്ലെങ്കിൽ ഇവരിനെ ഇട്ട് വാരും എന്നും പറഞ്ഞുകൊണ്ട് അനിയാണെങ്കിൽ പെട്ടെന്ന് അവളെ കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ആദർശോട് നയനെ ചോദിക്കുകയാണ് എന്താ ആദർശട്ടായി കാണിച്ചത്, ആ കുട്ടി ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നാലേ അപ്പൊ ഇച്ചിരി സ്വീറ്റ്സ് ഒക്കെ കൊടുക്കണ്ടേ, പിന്നെ എന്തിനാ അത് വേണ്ടെന്ന് പറഞ്ഞത്, അതൊന്നുമില്ല അത് കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാ അത് എന്താ കഴിച്ചാല് ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതെല്ലാവർക്കും സെർവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നയന എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ ആദർശും ദേവേനെയും മേടിക്കുന്നില്ല. അങ്ങനെ എല്ലാരും വായ വെച്ചോണ്ട് എന്റെ ഈശ്വര ഇത് എന്താണെന്ന് ജാനകിയും ചെറിയച്ഛനും എല്ലാരും ചോദിക്കുകയാണ്. അയ്യോ എന്താ പറ്റിയെന്ന് നയനെ ചോദിക്കുമ്പോൾ എന്റെ പൊന്നുമോളെ കേസരി പഞ്ചസാരയിൽ ഉണ്ടാക്കണ്ട അല്ലാതെ ഉപ്പിലല്ല എന്ന് പറയുമ്പോ ഉപ്പോ, എന്റെ മുത്തശ്ശി എന്നെ പറയണ്ട, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുത്തശ്ശിയുടെ കൊച്ചുമോനാ, കാരണം എന്നെ സഹായിക്കാനെന്നും പറഞ്ഞ് അടുക്കളയിൽ വന്നിട്ട് പഞ്ചസാരയാന്ന് പറഞ്ഞ് വാരിട്ടത് ഉപ്പായിരുന്നു അല്ലേ ആദർശേട്ടാ, അതുകൊണ്ടല്ലേ അനാമികയ്ക്ക് കൊടുക്കണമെന്ന് ആദർശേട്ടൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാനൊന്നും അല്ല. അപ്പോഴേക്കും നയനെ പറയാണ് ആദർശേട്ടാ കള്ളം പറയരുത്, ആദർശേട്ടൻ ആ പഞ്ചസാര ഇടാന്ന് പറഞ്ഞിട്ട് പോയി ഇടുന്നത് ഞാൻ കണ്ടതാ, അതിനുശേഷം അനാമിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവിടെ ഇത്രയും സീൻ ഉണ്ടാക്കിയതും ആദർശേട്ടനാ, എല്ലാവരും ഇത് കണ്ടതാ, ഇനി കള്ളം പറയില്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ സംഭവിച്ചു പോയി എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വെളിയില് അങ്ങനെ ആനി ഞാൻ വന്നത് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുമ്പോൾ അനി പറയണ അത് വേറൊന്നും അല്ല, തന്നെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, പെട്ടെന്ന് താൻ കയറി വന്നപ്പം എല്ലാവർക്കും വല്ലാണ്ടായി, അതുകൊണ്ടാ ഒന്ന് പറഞ്ഞിട്ടൊക്കെ വരായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ, പക്ഷെ എന്റെ വീട്ടില് അങ്ങനെയൊന്നുമില്ല, അനി എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, എപ്പോ വേണമെങ്കിലും അനിക്ക് എന്റെ വീട്ടിലേക്ക് വരാം എന്നൊക്കെ അനാമിക പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ അനി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി തിരിച്ചു കയറി ചെല്ലുമ്പോഴേക്കും എല്ലാവരും ശരിക്കും വാരുന്നുണ്ട്. അങ്ങനെ അനി പെട്ടെന്ന് മുറിയിലേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ദേവയാനി എല്ലാവരോടും പറയാൻ കേട്ടോ, ജാനകി ഇവളെ ഇഷ്ടമാണെങ്കിൽ അത് ശരിയായ ബന്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കത് ഉറപ്പിച്ച് അവന്റെ കാര്യം എത്രയും പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കി 2 ആമ്പക്കും പറ്റിയ തെറ്റ് അവനും പറ്റും, ഏതെങ്കിലും അവളെ വിളിച്ചുകൊണ്ട് വരും, അതുകൊണ്ട് അത് സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് അവളെ കെട്ടിച്ചുവിടണം എന്നൊക്കെ അവനെ ഇങ്ങനെ ആ പെണ്ണെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനയ്ക്കും അവക്കും നവിക്കും വല്ലാണ്ടാവുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ് അല്ല ആദർശനും അവയ്ക്കും എന്ത് തെറ്റ് പറ്റിയെന്ന് നീ പറയുന്നത്, സാമ്പത്തിക ഇല്ലാത്തൊരു കുടുംബത്തിൽ പെണ്ണെടുത്തതോ, അതൊരു തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശൻ പറയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ എപ്പിസോഡിന്റെ ഫുൾ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വരാനിരിക്കുന്ന റിവ്യൂസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.